ഇന്ന് ഞാൻ നിങ്ങളെ ഒരു പുതിയ ബ്യൂട്ടി ടിപ്പാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ചൂടുകാലത്തിന് അനുയോജ്യമായ ഒരു ബ്യൂട്ടി ടിപ്പ്. അതായത് ഇപ്പോൾ നോക്കൂ, ഈ ഐസ് ക്യൂബില്ലേ, ഐസ് ക്യൂബിനകത്ത് നമ്മൾ ഏത് ജ്യൂസ് കുടിക്കുന്നോ ആ ജ്യൂസിൽ കുറച്ചെടുത്ത് ഐസ് ക്യൂബിനകത്ത് നിറച്ച് ഫ്രീസറിൽ വയ്ക്കുക. നമ്മൾ കുടിക്കുന്ന അത്രയും പോഷകം അതിലുണ്ടല്ലോ. ഇന്ന് ഞാനീ ചെയ്യുന്നത് ABC ജ്യൂസിൻ്റെ ജ്യൂസാണ് ഈ ഐസ് ക്യൂബിലേക്ക് ഒഴിച്ചത്. അതായത് ആപ്പിൾ, ബീറ്റ്റൂട്ട്, ക്യാരറ്റ് ഇത്രയും ഫ്രൂട്ട്സ് ചേർത്ത് അരിച്ച ജ്യൂസിനെ ഇങ്ങനെ മുഖം വാഷ് ചെയ്ത് തുടച്ചിട്ട് നമ്മൾ തൈര് കൊണ്ട് മസാജ് ചെയ്തതിന് ശേഷം വീണ്ടും തുടച്ചിട്ട് ഈ ഫ്രൂട്ട് ജ്യൂസിൻ്റെ മൾട്ടി ഫ്രൂട്ട്സ് ചേർത്തിട്ടുള്ള, അതായത് ആപ്പിള്, ബീറ്റ്റൂട്ട്, ക്യാരറ്റ് ഇത്രയും അടിച്ച ജ്യൂസ് കുറച്ച് കുടിച്ചിട്ട് ബാക്കി ഇങ്ങനെ ഇതാണ്ട ഐസ് ക്യൂബിൽ നിറച്ച് വെച്ച് ഫ്രീസ് ചെയ്തു. നോക്കൂ, ഇതാണ് സംഭവം. കണ്ടോ, ഇതാണ് സംഭവം. ഇതിനെ നമ്മൾ മുഖത്ത് നല്ലോണം മസാജ് ചെയ്യണതുകൊണ്ട് ഇതുകൊണ്ട് നല്ലോണം മുഖം മസാജ് ചെയ്യണം. ഒരുപാട് പ്രസ് ചെയ്യരുത്. ഒരുവിധം ആകുമ്പോഴത്തേക്ക് ഇത് അലിഞ്ഞ് തീർന്നു കഴിയും. അത്ര സമയം ആവശ്യമുള്ളൂ. ഈ ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്ത് ഇതിങ്ങനെ ക്യൂബ്സ് ആക്കി എടുത്തത് കൊണ്ട് ഗുണവും നല്ല തണുപ്പും കിട്ടും ഫേസിന്. ഈ വേനൽക്കാലത്ത് ഇതെല്ലാം ചെയ്യണം എല്ലാവരും. നമുക്ക് ചൂടിനെ ഒന്നും അതിജീവിക്കണ്ടേ. ചൂടിനെ അതിജീവിക്കാൻ ഉത്തമമായ ഒരു ഫേസ് മോയ്സ്ചറൈസിങ് അല്ലേ മസാജിങ്, പിന്നെ ക്യൂബ്സാണിത്. എല്ലാവരും ഇത് നോക്കൂ. അപ്പം ഇത് 5 ക്യൂബ്സ് ഉണ്ടായിരുന്നു. ഈ 5ഉം തീർന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസ് നല്ല തണുപ്പും കിട്ടും, നല്ല വൃത്തിയാകും. എന്താ നോക്കൂ. ഇനി ഒരു 10 മിനിറ്റ് നമ്മളിത് ഒന്ന് ഉണങ്ങാൻ വേണ്ടി റെസ്റ്റ് ചെയ്യണം. അതിനുശേഷം ഫേസ് നല്ലോണം വാഷ് ചെയ്തിട്ട് ഫേസിലേക്ക് നമ്മൾ നല്ല പച്ച വെളിച്ചെണ്ണ എടുത്ത് ഒരു തുള്ളി കൈവെള്ളയിലൊഴിച്ച് അതിനെ കയ്യിൽ ഉരസി നന്നായിട്ട് കൈ ചൂടാകുമ്പോൾ, പെട്ടെന്ന് ചൂടാവും, നമ്മുടെ ഫേസിൽ നല്ലോണം തടവി കൊടുക്കുക. മസാജിങ് ഒന്നും വേണ്ട കേട്ടോ. തടവി ഇങ്ങനെ 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 തടവി കൊടുക്കുക. നോക്കൂ, എനിക്ക് ആ അസുഖം വന്ന സമയത്തേ എൻ്റെ കണ്ണിന് താഴെയൊന്നും അങ്ങനെ കറുപ്പുള്ളതല്ല. അത് പോയിട്ട് ഞാൻ ടൈഫോയിഡൊക്കെ വന്ന് ക്ഷീണിതയായിട്ട് എഴുന്നേറ്റപ്പോൾ ഉണ്ടല്ലോ, കണ്ണിൻ്റെ ഈ ഭാഗം എല്ലാം അങ്ങ് കറുപ്പായിരുന്നു. അതെല്ലാം മാറി. ഞാൻ ഇങ്ങനെയൊക്കെ ചില സൂത്രപ്പണികൾ ചെയ്യുന്നതുകൊണ്ടാണ് ഞാനത് അനുഭവത്തിൽ നിന്ന് അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. നിങ്ങളൊക്കെ ഇതൊക്കെ ചെയ്യണം. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നല്ലോണം ഉണങ്ങുമ്പോഴാണ് വെളിച്ചെണ്ണയുടെ പ്രയോഗം. വെളിച്ചെണ്ണ പിന്നെ നമ്മൾ അടുക്കളയിൽ വല്ലതൊക്കെ ചെയ്യുമ്പോൾ ഒരു തുള്ളി എടുത്ത് കയ്യിൽ പുരട്ടിയിട്ട് നമ്മുടെ കൈയുടെ പുറവും അകമൊക്കെ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മളെപ്പോഴും പാത്രങ്ങളും ഒക്കെ സോപ്പിട്ട് കഴുകിക്കൊണ്ടിരിക്കുമ്പം നമ്മുടെ കൈ അത്രയും കൈവെള്ളയും കൈപ്പത്തിയും ഒക്കെ മോശമായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ കൂടെ ഇതൊക്കെ ചെയ്യണം. ഒരു തക്കാളി മുറിച്ച് അതിനെ മുഖത്ത് ഉരസി കയ്യിലുമൊക്കെ ഉരസി കൊടുക്കണം.
ഇതൊക്കെ നല്ലതാണ്. ഇതൊന്നും ഒരു ചിലവില്ല. അടുക്കളയിൽ നിന്നുകൊണ്ട് നമുക്ക് തന്നെ ചെയ്യാവുന്ന ചില സംഭവങ്ങളാണ്. ഇനി ഒരു ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ വേനൽക്കാലമായതുകൊണ്ട് 10 മിനിറ്റ് ഒന്നും വേണ്ട, 5 മിനിറ്റ് റെസ്റ്റ് ചെയ്താൽ മതി. നല്ല ഗ്ലോ കിട്ടും ഫേസിന്. ഇനി ഇത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഉണങ്ങുമ്പോൾ ഒരുപാട് ഉണങ്ങരുത്. ഒരുപാട് ഉണങ്ങിയാൽ സ്കിന്നൊക്കെ വലി. അതൊന്ന് ഫേസ് അബ്സോർവ് ചെയ്താൽ മതി. നമ്മളതിനെ തുടച്ച് കളഞ്ഞിട്ട് നമ്മൾ നല്ല വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ, നമ്മൾ ആഹാരത്തിന് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണയോ മേടിച്ച വെളിച്ചെണ്ണയോ അത് കൈവെള്ളയിൽ ഒറ്റിയിട്ട് നല്ലോണം ഒന്ന് കൈ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു ചെറിയ ചൂട് വരുമ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ തേച്ച് മുഖത്ത് പിടിപ്പിക്കണം. ഒരു 10 മിനിറ്റ് കഴിയുമ്പം മുഖം കഴുകുകയൊന്നും വേണ്ട, മുഖം തുടച്ചെടുക്കണം. ഇതാണ് ഞാൻ ഉപയോഗിച്ച ക്യൂബ്സ്, ഐസ് ക്യൂബ്സ്. ഇത് ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ആപ്പിൾ, ABC ആപ്പിൾ, ബീറ്റ്റൂട്ട്, ക്യാരറ്റ് ഇത് മൂന്നും കൂടെ അരച്ച് മിക്സിയിൽ അടിച്ച് ജ്യൂസാക്കിയിട്ട് ആ ജ്യൂസാണ് ഐസ് ക്യൂബ്സിലൊഴിച്ച് ആ കള്ളികളിൽ ഒഴിച്ച് വെച്ച് ഫ്രീസ് ചെയ്തപ്പോൾ നല്ല ഐസ് ക്യൂബ്സിന് പകരം ആ ക്യൂബ്സ് കിട്ടി. എല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കണം. നിങ്ങളുടെ മുഖം നല്ല വൃത്തിയാവും, നല്ല കുളിർമയും കിട്ടും മുഖത്തിന്. ഈ ചൂട് കാലത്ത് ഇതെല്ലാവരും ചെയ്യണം കേട്ടോ. മുഖമൊക്കെ വെയിലത്ത് പോയിട്ട് ഓടി വന്നിട്ട് അപ്പം തന്നെ തണുത്ത വെള്ളത്തിൽ കഴുകരുത്. അല്പം റെസ്റ്റ് ചെയ്തിരുന്നതിന് ശേഷം മാത്രമേ മുഖമൊക്കെ കഴുകാവൂ. വലിയ ചൂടത്ത് കയറി വന്ന് തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകുമ്പോൾ നമ്മുടെ നെർവ്സൊക്കെ അങ്ങനെ ചൂടായിട്ടിരിക്കുകയാണ്. അതൊക്കെ പൊട്ടാനും ബുദ്ധിമുട്ടുണ്ടാകാനും ഒക്കെ ഉള്ള സാഹചര്യമാണ്. വേനൽക്കാലമാണെന്നും പറഞ്ഞിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് ഫ്രീസ് ചെയ്തിട്ട് ആ തണുപ്പിച്ച വെള്ളമൊന്നും ആരും കുടിക്കരുത്. റൂം ടെമ്പറേച്ചറിലുള്ള വാട്ടറെ കുടിക്കാമെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. കുറച്ചൊക്കെ നമുക്ക് ആശ്വാസം കിട്ടും. ഇപ്പം നോക്കിക്കേ, എൻ്റെ ഫേസൊക്കെ ഇപ്പം തന്നെ കണ്ടില്ലേ, നല്ല വന്നില്ലേ. ഇനി ഇത് ഉണങ്ങിയിട്ട് ഇത് തുടച്ചെടുത്തിട്ട് വെളിച്ചെണ്ണയും കൂടെ തേച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയാകും കേട്ടോ. ഭംഗിയെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വസിദ്ധമായിട്ടൊരു ഭംഗിയുണ്ടല്ലോ, അതിനെ ഒന്നുകൂടെ ഒന്ന് തേച്ച് മിനുക്കി എടുക്കാവുന്നേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പേരൻസിൻ്റെയൊക്കെ ആ ഒരു ഇതാണ് കൂടുതലും നമുക്ക് ഭംഗി തരുന്നത്. പിന്നെ നമ്മളതിനെ ഒന്നും കൂടി വിപുലപ്പെടുത്തിയെടുക്കുക. കറുപ്പൊന്നും വെളുപ്പൊന്നും ഒന്നുമില്ല, മനുഷ്യരെല്ലാവരും കറുത്തും വെളുത്തുമൊക്കെ തന്നെയല്ലേ. നമ്മളെങ്ങനെ ഇരിക്കുന്നോ അതാണല്ലോ നമ്മുടെ ഭംഗി. പിന്നെ നമ്മളെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇവിടെങ്ങും ഒരു ശകലം കറുത്ത പാടില്ല. കറുത്ത പാടൊക്കെ നിറയെ ഉണ്ടായിരുന്ന അതെല്ലാം മാറിക്കിട്ടി. അന്ന് ഞാൻ കരിമംഗല്യത്തിനും കറുത്ത പാടിനുമൊക്കെ ഉള്ളൊരു ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നില്ലേ? നിങ്ങൾ കുറച്ച് പേരെ അത് കണ്ടിട്ടുള്ളല്ലോ. അതൊക്കെ നിങ്ങൾ ചെയ്യണം, ഉറപ്പായിട്ടും മാറും. നിങ്ങൾ എൻ്റെ ഫേസിലോട്ട് നോക്കേ, എന്തെങ്കിലും ഒന്നുണ്ടോ? ഇല്ല. ഞാനൊരു പാർലറിൽ ഒന്നും പോയിട്ടുമില്ല. നമ്മൾ ഇതൊക്കെ ഇങ്ങനെ അടുക്കളയിൽ നിന്നുകൊണ്ട് ഒരു ചിലവുമില്ലാത്ത ചില പൊടിക്കൈകളൊക്കെ ചെയ്താൽ മതി. നമ്മുടെ ഫേസും നമ്മുടെ കൈപ്പത്തികൾ, നമ്മുടെ കൈപ്പത്തിയൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നല്ലോണം നമ്മൾ വൃത്തിയാക്കി വയ്ക്കണം. നമ്മൾ ഈ മുഖത്തിടുന്നതൊക്കെ പെടലിക്ക് വിടണം, കഴുത്തിലിടണം. അതുപോലെ തന്നെ നമ്മുടെ കൈവെള്ളയിലും കൈപ്പത്തിയിൽ തേച്ച് പിടിപ്പിക്കണം. കണ്ടോ, നോക്കുക. ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് മെച്ചമുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ? എന്നെ കാണുമ്പോൾ ഞാനൊരു സുന്ദരിയൊന്നുമല്ല, പക്ഷെങ്കിൽ ഈ പ്രായത്തിൽ എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിലവുമില്ലാത്ത ഒരു പാർലറും കയറി ഇറങ്ങാതെ നമ്മൾ തന്നെ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ കൊണ്ട് ചെയ്താൽ മതി. നമ്മുടെ ഫേസൊക്കെ നന്നായിരിക്കും. കണ്ടില്ലേ? ഇതുപോലൊക്കെ എല്ലാവരും ചെയ്യണം. 10 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് തുടച്ചെടുക്കും. തുടച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വൃത്തിയായിട്ട് നല്ല വെള്ളത്തിൽ കഴുകും. മുഖം വാഷ് ചെയ്തിട്ട്
നല്ല കട്ടി കുറഞ്ഞ തുണി കൊണ്ട് നന്നായിട്ട് മുഖം തുടച്ചെടുക്കും. അതിനുശേഷം ഒരു തുള്ളി വെളിച്ചെണ്ണ കയ്യിലൊഴിച്ചിട്ട് കയ്യിൽ ഒറ്റ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ നല്ലോണം പ്രസ് ചെയ്തിട്ട് ഒരു ചെറിയ ചൂട് വരുമ്പോൾ നമ്മുടെ ഫേസിനെ തടവി കൊടുക്കുക. തടവുന്നെന്ന് പറഞ്ഞാൽ ഒരുപാട് മുഖത്തിട്ട് പിന്നെ മുഖത്തിൽ ക്ഷീണം തട്ടിക്കരുത്. സോഫ്റ്റായിട്ട് തലോടി കൊടുക്കുക, സുഖമയമായിട്ട് തലോടി കൊടുക്കുക. നമ്മളെപ്പോലെ നമ്മുടെ ഫേസിനെ സുഖകരമായിട്ട് തലോടാൻ വേറെ ആരാ ഉള്ളത്? നമ്മൾ ആദ്യം നമ്മുടെ ശരീരത്തെ അന്ധമായി സ്നേഹിക്കാതെ സംരക്ഷിക്കുക. അതാണല്ലോ വേണ്ടത്. നമ്മളെയാണ് ആദ്യം സ്നേഹിക്കേണ്ടത്. നമ്മളെല്ലാവരെയും സ്നേഹിക്കണം. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മയാണ്. കാരണം നമ്മളെക്കാൾ കൂടുതൽ നമ്മളെ വേറെ ആര് സ്നേഹിക്കും? ഇതൊക്കെ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്യുക. നമ്മൾ ഏത് ജ്യൂസാണ് കുടിക്കുന്നതെന്ന് വെച്ചാൽ ആ ജ്യൂസിൽ കുറച്ച് ഐസ് ക്യൂബ്സിൻ്റെ ആ കള്ളികളിൽ ഒഴിച്ച് ഫ്രീസറിൽ വയ്ക്കുക. അത് നല്ല ക്യൂബ്സ് കട്ടിയായിട്ടാകുമ്പോൾ അതിനെ എടുത്തിട്ട് ഫേസ് ആദ്യം വാഷ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് ഫേസിൽ ഇത്തിരി തൈര് ഒരൊറ്റ തൈരെടുത്ത് മുഖം ക്ലീൻ ചെയ്തിട്ട്, ഈ തൈരിന് ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് പുളിപ്പ് ഉള്ളതുകൊണ്ട്, പിന്നെ നല്ല വസ്തുവാണല്ലോ തൈര്. അപ്പോൾ തൈര് കൊണ്ട് മുഖം ഒന്ന് പിന്നെ മസാജ് ചെയ്തിട്ട് മുഖം വാഷ് ചെയ്തിട്ട് നമ്മൾ ഈ ജ്യൂസിൻ്റെ ക്യൂബ്സ് കൊണ്ട് മുഖം ഒരു 5 മിനിറ്റ് നല്ലോണം മസാജ് ചെയ്തിട്ട് അത് റെസ്റ്റ് ചെയ്തിട്ട് അതിനെ ആദ്യം തുടച്ച് കളയുക, പിന്നെ നല്ല വെള്ളത്തിൽ കഴുകുക. അതിനുശേഷം നമ്മൾ ഒരൊറ്റ വെളിച്ചെണ്ണ കയ്യിൽ ഒഴിച്ച് നല്ലോണം അതിനെ കൈ കൊണ്ട് മസാജ് ചെയ്തിട്ട് ആ ചൂടോടുകൂടി നമ്മുടെ മുഖത്ത് തലോടി കൊടുക്കുക. അതങ്ങനെ മുഖത്ത് കിടന്നോട്ടെ, അത് തുടച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കുളിക്കുമ്പോൾ അത് പൊയ്ക്കോളും, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ കൈപ്പത്തിയിലും കൈവെള്ളയിലും ചെയ്യണം കേട്ടോ. പ്രത്യേക സമയത്തൊന്നും ചെയ്യേണ്ട, കൂട്ടത്തിൽ തന്നെ അതും അങ്ങ് നടക്കും. കൈ നമ്മൾ വളരെ ശ്രദ്ധിക്കണം, അതിലും ശ്രദ്ധിക്കണം. ശരീരത്തിൽ ഏറ്റവും നീറ്റായിട്ട് വയ്ക്കേണ്ട ശരീരഭാഗമാണ് കാലിൻ്റെ പൊത്തയും കാലിൻ്റെ അടിവശവും കാൽപാദങ്ങൾ. കാരണം ഈ കാൽപാദമാണല്ലോ നമ്മളെയൊക്കെ താങ്ങി നിർത്തുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും കെയർഫുള്ളായിട്ട് വയ്ക്കേണ്ടത്. അതെ, ഞാനൊരു പെഡിക്യൂർ ഒരു ദിവസം നിങ്ങൾക്ക് വീട്ടിൽ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ചെയ്യണം. എന്നിട്ട് അതിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണമെന്നും പറയാത്തത് കൊണ്ട് ആരും ഇപ്പോൾ എനിക്കതൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് വീണ്ടും ഞാനത് പറയാം. തുടക്കത്തിലെന്നും പറയുമായിരുന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാവരും ചോദിക്കും, ടീച്ചർ 2 വരി എന്തെങ്കിലും പാടണേന്ന് പറയും. ഞാൻ പാട്ടുകാരിയൊന്നുമല്ല, പാടാനുള്ള കണ്ഠശുദ്ധിയൊന്നും എനിക്കില്ല താനും. എങ്കിലും എന്താ 2 വരി ഓർമ്മ വരുന്നില്ല കുട്ടികളെ, പിന്നെന്താ ചെയ്യുക? ഓർത്തെടുക്കാൻ പോകുമ്പോഴത്തേക്ക് സമയം കുറച്ച് പിടിക്കും. അതുകൊണ്ട് അതിനകത്ത് അന്ന് ഞാൻ നിങ്ങളെ ഒരു ശാകുന്തളത്തിലെ ഒരു ശ്ലോകം ചൊല്ലി കേൾപ്പിച്ചില്ലേ? അതുപോലെ വേറെ ഒന്നുമല്ല അല്ലേ. സംസ്കൃത പണ്ഡിതയൊന്നും അല്ല കേട്ടോ. പിന്നെ ശകുന്തള കണ്വാശ്രമത്തിലേക്ക് യാത്രയാകുന്ന സമയത്ത് വൃക്ഷലതാദികളോടും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ് കാളിദാസ മഹാകവി ശാകുന്തളത്തിലൂടെ, പ്രത്യേകിച്ച് അഭിജ്ഞാന ശാകുന്തളം 4-ാം അംഗത്തിൽ കൂടെ വരച്ചു കാണുന്നത്. അപ്പോൾ ശകുന്തള പത്രഗ്രഹത്തിലേക്ക് പോകുന്ന ആ രംഗം, കണ്ണുമഹർഷിയുടെ വികാരനിർഭരമായിട്ടുള്ള രംഗം ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തന്നല്ലോ. പിന്നെ ശകുന്തള അവിടുത്തെ വൃക്ഷലതാദികളോടും പക്ഷിമൃഗാദികളോടും ഒക്കെ യാത്ര പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഒന്നാണ്, പാതുന്ന പ്രഥമം വ്യവസ്യതി ജലം യുസ്മാസ്വപീതേഷുയ നാദത്തെ പ്രിയമണ്ഡനാഭിഭവതം. ഞാൻ മറന്നു കേട്ടോ. സ്നേഹേനയാ പല്ലവം
ആദ്യേവ കുസുമപ്രസൂതി സമയേ യസ്യാ ഭവത്യുത്സവം സേയം യാതി ശകുന്തള പതിഗൃഹൈ സർവൈരനുജ്ഞായകൈ. ശകുന്തളയ്ക്ക് അവരുടെ താപസികളും മുനികന്യകമാരുമൊക്കെ വൃക്ഷങ്ങളുടെ തളിരും മറ്റുമൊക്കെയാണല്ലോ കാതിലും കഴുത്തിലുമൊക്കെ അണിയുന്നത്. ശകുന്തളയ്ക്ക് അത് അണിയാൻ ഇഷ്ടമാണ്, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. പക്ഷെങ്കിൽ ചെടികളിൽ നിന്ന് വള്ളികളിൽ നിന്ന് ആ തളിരൊക്കെ പൊട്ടിച്ചെടുക്കുമ്പോൾ അവയ്ക്ക് വേദനിക്കുമെന്ന് വെച്ചിട്ടല്ലേ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ രാവിലെ ഒരു കട്ടൻ കാപ്പി കുടിക്കില്ലേ, ശകുന്തള ജലപാനം പോലും ഈ ചെടികൾക്ക്, അവൾ വളർത്തുപുത്രിമാരായിട്ടാണ് കണക്കാക്കിയത്, ഈ ചെടികൾക്ക് ഒഴിക്കാതെ ശകുന്തള ഒരിക്കലും വെള്ളം കുടിക്കാറില്ല രാവിലെ പ്രഭാതത്തിൽ. അണിയുവാൻ ഇഷ്ടമുണ്ടെങ്കിൽ പോലും ആ ചെടികൾക്ക് വേദനിച്ചാലോ എന്ന് കരുതി പല്ലവം പൊട്ടിക്കുകയില്ല. വല്ലഭൻ്റെ ഗൃഹത്തിലേക്ക് പോകുന്ന ശകുന്തള ഇവയോടൊക്കെ യാത്രാനുമതി ചോദിക്കുകയാണ്. നിങ്ങളെല്ലാവരും വിട നൽകുക, യാത്രാനുമതി കൊടുക്കുക. ഈ ചെടികളും ലതകളുമൊക്കെ അവയുടെ വള്ളികളും ശാഖകളും ഒക്കെ ആട്ടിയിട്ട് ടാറ്റ പറഞ്ഞത്രേ. അന്ന് ടാറ്റായും വെള്ളയൊന്നുമില്ല, അന്ന് ടാറ്റ പറയുകയല്ല, യാത്ര പറയുക, അങ്ങനെ പറഞ്ഞത്രേ. അപ്പം മഹാകവി എത്ര നോക്കൂ, മനുഷ്യനെക്കാട്ടിലും വികാരോജ്വലമായ ഒരു യാത്രയെപ്പല്ലേ അവിടെ നടക്കുന്നത്. അങ്ങനെ ഉള്ള ആ രംഗമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പാതുന്ന പ്രഥമം വ്യവസ്യതി ജലം ഉസ്മാസ്വപീതേഷു യാ നാദത്തെ പ്രിയമണ്ഡനാഭി ഭവതാം സ്നേഹേന യാ പല്ലവം ആദ്യേവ കുസുമപ്രസൂതി സമയേ യസ്യാ ഭവത്യുത്സവം സേയം യാതി ശകുന്തളൈ പതിഗൃഹൈ സർവൈരനുജ്ഞായകൈ. ഞാൻ വിട്ടുപോയി. ആദ്യേവ കുസുമപ്രസൂതി സമയേ, നിങ്ങൾ ആദ്യമായി പൂവിട്ടപ്പോൾ, നമുക്ക് ആദ്യത്തെ കൺമണി ജനിക്കുമ്പോൾ, എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുമ്പോൾ അമ്മമാർക്ക് സന്തോഷമാണ്, അച്ഛന്മാർക്ക് സന്തോഷമാണ്. പക്ഷെ ആദ്യത്തെ കുട്ടി ജനിക്കുമ്പോൾ എത്രമാത്രം ആത്മനിർവൃതിയാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ശകുന്തള ആദ്യമായിട്ട് ആ ചെടികൾ പുഷ്പിച്ചപ്പോൾ ഉത്സവം പോലാണ് അവൾ ആഘോഷിച്ചത്, ആസ്വദിച്ചത്. അങ്ങനെയുള്ള ഈ ശകുന്തള ഇതാ ഭർതൃഗൃഹത്തിലേക്ക് പോകുന്നു. നിങ്ങളെല്ലാവരും യാത്രാനുമതി നൽകുക എന്നാണ് കവി അവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇതൊക്കെ ഓർമ്മയിൽ നിന്ന് വരുന്നതാണ്. ഇതിലൊക്കെ ഒരുപാട് അക്ഷരപ്പിശകുകളോ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. 10-55 വർഷം മുമ്പ് ഞാൻ പഠിച്ച കാര്യങ്ങളാണ്, വായിച്ച കാര്യങ്ങളാണ്. സംസ്കൃത പണ്ഡിതന്മാർ വല്ലവരൊക്കെ ഉണ്ട്, എന്നോട് ക്ഷമിക്കണം. പ്രത്യേകിച്ച് നന്ദിനി ടീച്ചർക്ക് സംസ്കൃതത്തിലൊക്കെ അഗാധമായ പാണ്ഡിത്യം ഉണ്ടെന്ന് എനിക്കറിയാം. ടീച്ചർ പറയും എൻ്റെ കയ്യിൽ നിധി പോലെ അറിവുകൾ ഇരിപ്പുണ്ടെന്ന്. അതിലൊക്കെ ഒരുപാട് ടീച്ചറുകളുണ്ടെന്ന് ഞാനും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ വരുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. എൻ്റെ മുഖം ഉണങ്ങാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും നേരം നിങ്ങളോട് ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് വേണമല്ലോ, ചുമ്മാ എന്തെങ്കിലും പറഞ്ഞാൽ പോരല്ലോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആ അഭേദ്യമായ ബന്ധത്തിൻ്റെ വർണ്ണന നിങ്ങളൊന്ന് വീണ്ടും ഇതൊന്ന് റിവൈൻഡ് ചെയ്ത് കേട്ട് നോക്കൂ, അപ്പോൾ അറിയാം. ഇതൊക്കെ വെറും ശ്ലോകങ്ങളല്ല, ഇതൊക്കെ ജീവനാണ്, ജീവിതം, ജീവൻ ഒക്കെയാണ്. അപ്പോൾ ഇനി ഇത് ഞാൻ വാഷ് തുടച്ച് കളഞ്ഞിട്ട് നന്നായിട്ട് ഇത് വാഷ് ചെയ്യും. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരല്പം 2 തുള്ളി പാലെടുത്ത് നമ്മുടെ മുഖം നല്ലോണം ഒന്നും കൂടി ഒന്ന് മസാജ് ചെയ്യണം. അത് കഴിഞ്ഞ് അതും തുടച്ച് കഴിഞ്ഞിട്ട് 1 തുള്ളി എണ്ണ, നല്ല വെളിച്ചെണ്ണ കയ്യിൽ തേച്ച് പിടിപ്പിച്ച് ആ ചെറിയ ചൂടോടുകൂടി മുഖത്ത് തേക്കുക. ഇതോടുകൂടി അതിൻ്റെ പ്രൊസീജിയർ കഴിയും. എല്ലാവരും ഇതൊക്കെ ചെയ്തു നോക്കണം കേട്ടോ. എല്ലാവർക്കും ഒരു സുദിനം നേർന്നുകൊണ്ട്, ഒരു സുപ്രഭാതം ആശംസിച്ചുകൊണ്ട് എല്ലാവരോടും ഞാൻ താൽക്കാലികമായി ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സരസ്വതി ടീച്ചർ, സരസ്വതി സരയു, ലോകാ സമസ്ത
സുഖിനോ ഭവന്തു. ബായ്.